ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സാധനങ്ങൾക്കൊക്കെ നല്ല വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. ഒന്നുമല്ല, ഞാനിന്നിവിടെ കുറച്ച് നെയ്യും ബട്ടറും ഒക്കെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ വീട്ടിൽ കുറഞ്ഞത് 1.5 ലിറ്റർ പാലെങ്കിലും ഡെയിലി വാങ്ങിക്കുന്നവരായിരിക്കുമല്ലോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും ബട്ടറും ഒക്കെ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ പാല് കാച്ചി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ നല്ല പാടയായിട്ട് വരും. അതെടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പം നമുക്കത് ഉരുക്കിയെടുത്താൽ നല്ല നെയ്യ് കിട്ടും. അതുപോലെ തന്നെ അത് ബട്ടറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് പാലിപ്പം 600, 700, 800 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചാൽ കുറഞ്ഞതൊരു 200 രൂപയെങ്കിലും അതിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലാഭിക്കാൻ പറ്റും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാനിവിടെ 1/2 ലിറ്ററിന് പാലിൽ നിന്ന് എടുത്ത പാലിൻ്റെ പാടയാണ്. ഇതൊരു മാസത്തെ ഞാൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇത് വെളിയിലെടുത്ത് വെച്ച് അതൊന്ന് മെൽറ്റാക്കിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഉരുക്കിയെടുക്കും. പിന്നെ ബട്ടറിനുള്ളത് വേറെ എടുക്കണം. ഇത് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ അതിൻ്റെ ആ പാലിൻ്റെ അതെല്ലാം അങ്ങ് മാറിക്കിട്ടും. പിന്നെ നല്ല നെയ്യ് കിട്ടും. നെയ്യും അതുപോലെ തന്നെ ബട്ടറും കുട്ടികൾക്ക് ബ്രെഡൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ നേരത്ത് നമുക്ക് ബട്ടർ ആവശ്യമാണല്ലോ. അന്നേരം അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് മടി കൊണ്ടാണ് പലതും നമ്മൾ ചെയ്യാതിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ. അത് പാലിൻ്റെ പാടയെടുത്ത് മാറ്റി ഫ്രീസറിൽ വെക്കുക. പിന്നെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒത്തിരി ആയി കഴിയുമ്പം അതെടുത്ത് എടുക്കുക എന്ന് മാത്രമല്ല. ഇത് നമുക്ക് വലിയ ഭാരമുള്ള പണിയൊന്നും അല്ലല്ലോ. ഇത് ഞാൻ ഏതായാലും കുഴപ്പമില്ല, ഞാനിതെല്ലാം ഒന്ന് പാലിൻ്റെ പാടയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നല്ലവണ്ണം മിക്സിയിലടിച്ചതിന് ശേഷമാണ്. ചിലർ പറയാറുണ്ട് ഇത് ശരിയാകത്തില്ല, കുറച്ച് നേരം മിക്സിയിലടിച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. അത് നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഞാനിതെല്ലാം ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ചാനലുള്ളത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ നെയ്യെല്ലാം ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചധികം എനിക്ക് തോന്നുന്നു 200-300 രൂപയ്ക്കുള്ള നെയ്യ്, ഒരു 1/4 കിലോ നെയ്യോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1/4 കിലോയിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നല്ലതല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കുക. അറിയാൻ വയ്യാത്തവർക്ക് നമുക്ക് ഉപകാരമാണ്. കുറച്ച് ബട്ടറായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉരുക്കാതെ എടുത്ത് വെച്ചുള്ളൂ. കാരണം അത് നമ്മൾ കെമിക്കലൊന്നും ചേരാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കേടായിത്തീരും. പിന്നെ നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം. ബ്രെഡിനോട് ചേർത്ത് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഓക്കെ.